Hi friends, welcome to my YouTube channel H Media. ഈ വീഡിയോയിലൂടെ 3ds Maxലേക്ക് യൂസ് ചെയ്യുന്നതിനായുള്ള ഒബ്ജക്റ്റ് ബൗണ്ട് ക്യാമറ ക്ലിപ്പിംഗ് എന്ന ഫ്രീ സ്ക്രിപ്റ്റ് ആണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ക്യാമറ ക്ലിപ്പിംഗ് മാനേജ് ചെയ്യുന്നതിന് ആവശ്യമായ ഒരു സ്ക്രിപ്റ്റാണിത്. 3ds Maxൽ ഡിഫോൾട്ടായി ക്യാമറ ക്ലിപ്പിംഗ് യൂസ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് ടൈം നമ്മൾ സ്പെൻഡ് ചെയ്യേണ്ടി വരുന്നതാണ്. ഒബ്ജക്റ്റ് ബൗണ്ട് ക്യാമറ ക്ലിപ്പിംഗ് എന്ന ഈ ഒരു ഫ്രീ സ്ക്രിപ്റ്റ് യൂസ് ചെയ്യുന്നതിലൂടെ ക്ലിപ്പിംഗ് പ്ലെയിൻസിനെ സീനിലെ ഒബ്ജക്റ്റുകളോ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ഡമ്മി ഒബ്ജക്റ്റുകളുമായോ ബൈൻഡ് ചെയ്ത് ക്ലിപ്പിംഗ് പ്രോസസ്സ് സിംപ്ലിഫൈ ചെയ്യാവുന്നതാണ്. ഈ സ്ക്രിപ്റ്റ് യൂസ് ചെയ്ത് ക്യാമറ ക്ലിപ്പിംഗ് എങ്ങനെ ഈസിയാക്കാം, എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാമെന്നെല്ലാം ഈ വീഡിയോയിലൂടെ ചെക്ക് ചെയ്യാം. ഈ സീനിലാണ് ഒബ്ജക്റ്റ് ബൗണ്ട് ക്യാമറ ക്ലിപ്പിംഗ് എന്ന സ്ക്രിപ്റ്റ് യൂസ് ചെയ്യാൻ പോകുന്നത്. ഇതുപോലുള്ള ചെറിയ സ്പേസുകളിൽ ക്യാമറ സെറ്റ് ചെയ്യുമ്പോഴാണ് ക്യാമറ ക്ലിപ്പിംഗ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ആദ്യമായി സ്റ്റാൻഡേർഡ് ഫിസിക്കൽ ക്യാമറയാണ് നമ്മൾ ഇതിൽ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. ടോപ്പ് വ്യൂവിൽ ഞാൻ ഈ ഒരു ക്യാമറ ഇതുപോലെ ക്രിയേറ്റ് ചെയ്യുകയാണ്. നമ്മൾ ഈ ഒരു ക്യാമറ ഈ ഒരു വാളിൻ്റെ പുറത്തായാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. ഈ വാളിനെയാണ് ക്യാമറ ക്ലിപ്പിംഗ് പ്ലെയിൻസുമായി ബൈൻഡ് ചെയ്യാൻ പോകുന്നത്. അതിനായി ഈ ഒരു ക്യാമറ നമുക്ക് ക്ലിക്ക് ചെയ്ത് സെലക്ട് ചെയ്യാം. ഇനി ക്യാമറ ക്ലിപ്പിംഗ് സ്ക്രിപ്റ്റിൻ്റെ ഐക്കണിൽ ക്ലിക്ക് ചെയ്യാം. നമ്മൾ ഈ ഒരു ഐക്കണിൽ ക്ലിക്ക് ചെയ്തപ്പോൾ ഫിസിക്കൽ ക്യാമറയുടെ പാരാമീറ്ററിൽ ക്ലിപ്പിംഗ് കൺട്രോൾസ് എന്ന ഒരു സെക്ഷൻ ഇവിടെ ആഡ് ആയതായി നമുക്കിവിടെ കാണാവുന്നതാണ്. ഇവിടെ നിയർ ക്ലിപ്പിങ്ങിനും ഫാർ ക്ലിപ്പിങ്ങിനുമായി ഒബ്ജക്റ്റുകൾ പിക്ക് ചെയ്യുന്നതിനായുള്ള ഓപ്ഷൻസ് നമുക്കിതിൽ കാണാവുന്നതാണ്. നമ്മളിതിൽ നിയർ ക്ലിപ്പിംഗ് ആണ് ആദ്യമായി സെറ്റ് ചെയ്യുന്നത്. പിക്ക് ഒബ്ജക്റ്റ് എന്ന ഈ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം. ഈ ഒരു വാളാണ് നമ്മൾ സെലക്ട് ചെയ്യാൻ പോകുന്നത്. ഞാൻ ഈ ഒരു വാൾ സെലക്ട് ചെയ്തപ്പോൾ നിയർ ക്ലിപ്പിങ്ങിൽ ഇത് സെലക്ട് ആയതായി ഇവിടെ കാണാവുന്നതാണ്. ഈ ക്ലിപ്പിംഗ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യുന്നതിനായി ഓഫ്സെറ്റ് എന്നൊരു ഓപ്ഷനും ഇതിൽ അവൈലബിൾ ആണ്. ഈ ഓഫ്സെറ്റ് യൂസ് ചെയ്ത് നമുക്കിവിടെ നിന്നും ഈ ക്ലിപ്പിംഗ് പ്ലെയിൻ ഇതുപോലെ അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഈ ഒരു ഡൈനിങ് ഏരിയ നമുക്ക് ഇതുപോലെ കാണാവുന്നതാണ്. ഇനി ഈ ഒരു വ്യൂ അഡ്ജസ്റ്റ് ചെയ്യുന്നതിനായി ഞാൻ ഈ ഒരു ക്യാമറ മൂവ് ചെയ്യുമ്പോൾ ക്യാമറ ക്ലിപ്പിംഗ് നമ്മൾ സെറ്റ് ചെയ്ത അതേ പ്ലേസിൽ തന്നെയാണ് കണ്ടിന്യൂ ചെയ്യുന്നതെന്ന് ഇവിടെ കാണാവുന്നതാണ്. ഇതുപോലെ വളരെ ഈസിയായി ഈ ഒരു സ്ക്രിപ്റ്റ് യൂസ് ചെയ്ത് ക്ലിപ്പിംഗ് പ്ലെയിൻസിനെ ഇതുപോലെ ഹാൻഡിൽ ചെയ്യാൻ സാധിക്കുന്നതാണ്. അടുത്തതായി ഫാർ സെറ്റ് ചെയ്യുന്നതിനായി സീനിലെ ഒബ്ജക്റ്റുകളോ ഡമ്മി ഒബ്ജക്റ്റുകളോ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഞാനിവിടെ ഒരു ഡമ്മി ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. ഈ ഒരു ഫാർ എന്ന സെക്ഷനിൽ പിക്ക് ഒബ്ജക്റ്റിൽ ക്ലിക്ക് ചെയ്ത് ഈ ഒരു ഡമ്മി ഒബ്ജക്റ്റ് ഞാൻ ക്ലിക്ക് ചെയ്ത് സെലക്ട് ചെയ്യുകയാണ്. ഇനി ഈ ഒരു ഡമ്മി ഒബ്ജക്റ്റ് നമ്മൾ പ്ലേസ് ചെയ്യുന്നതിനനുസരിച്ച് ക്യാമറയിൽ നിന്നും ഈ സീനിൽ കാണാൻ പറ്റുന്ന ദൂരം നമുക്കിതുപോലെ സെറ്റ് ചെയ്യാവുന്നതാണ്. ഈ സ്ക്രിപ്റ്റ് യൂസ് ചെയ്ത് ക്യാമറ ക്ലിപ്പിംഗ് സിംപ്ലിഫൈ ചെയ്യുന്നതിലൂടെ കോംപ്ലക്സ് സീനുകളിൽ ക്യാമറ വ്യൂ സെറ്റ് ചെയ്യുന്നത് വളരെ ഫാസ്റ്റായും എഫിഷ്യൻ്റായും ചെയ്യാൻ സാധിക്കുന്നതാണ്. ഈ സ്ക്രിപ്റ്റിൻ്റെ ലിങ്ക് എച്ച് മീഡിയയുടെ വാട്സപ്പ് ചാനലിലും ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിന്നും ആക്സസ് ചെയ്യാവുന്നതാണ്. അടുത്തതായി ഈ ഒരു സ്ക്രിപ്റ്റ് എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാമെന്ന് ചെക്ക് ചെയ്യാം. ഡൗൺലോഡ് ചെയ്ത സ്ക്രിപ്റ്റാണ് നമ്മളിവിടെ കാണുന്നത്. ഈ സ്ക്രിപ്റ്റ് ഡ്രാഗ് ചെയ്ത് 3ds Maxൻ്റെ വ്യൂ പോർട്ടിലേക്ക് ഡ്രോപ്പ് ചെയ്യാവുന്നതാണ്. ഇവിടെ നമ്മളുടെ ഇൻസ്റ്റാളേഷൻ കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. ഇനി ഈ സ്ക്രിപ്റ്റിനെ മെയിൻ ടൂൾ ബാറിലേക്ക് ഒരു ഐക്കണായി ആഡ് ചെയ്യുന്നതിനായി കസ്റ്റമൈസ് യൂസർ ഇൻ്റർഫേസ് ഓപ്പൺ ചെയ്യാം. ഇനി ടൂൾ ബാർസ് എന്ന കാറ്റഗറിയിൽ സ്പ്ലൈൻ ഡൈനാമിക്സ് ഫ്രീ സ്ക്രിപ്റ്റ്സ് എന്ന കാറ്റഗറിയാണ് സെലക്ട് ചെയ്യേണ്ടത്. ഇവിടെ ആക്ഷൻസിൽ ഈ ഒരു സ്ക്രിപ്റ്റ് ഇവിടെ കാണാവുന്നതാണ്. ന്യൂ എന്ന ഈ ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് ഒരു ന്യൂ ടൂൾ ബാർ ക്രിയേറ്റ് ചെയ്യാം. ഇനി ആക്ഷനിൽ നിന്നും ഈ സ്ക്രിപ്റ്റ് ഡ്രാഗ് ചെയ്ത് നമ്മൾ ക്രിയേറ്റ് ചെയ്ത ടൂൾ ബാറിലേക്ക് ആഡ് ചെയ്യാം. ഈ ടൂൾ ബാറിനെ നമ്മുടെ മെയിൻ ടൂൾ ബാറിലേക്ക് ഡ്രാഗ് ചെയ്ത് പ്ലേസ് ചെയ്യാം. ഇനി 3D പ്രൊജക്റ്റുകളിൽ സ്റ്റാൻഡേർഡ് ക്യാമറ, വേറെ ഫിസിക്കൽ ക്യാമറ തുടങ്ങിയ ക്യാമറകളിൽ ക്ലിപ്പിംഗ് പ്ലെയിൻസിനെ ഹാൻഡിൽ ചെയ്യുന്നതിനായി ഈ സ്ക്രിപ്റ്റ് യൂസ് ചെയ്യാവുന്നതാണ്. ഇത്രയുമാണ് ഈ ഒരു വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോകൾ നിങ്ങളിലേക്ക് എത്താനായി സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക.